ചേച്ചിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞാ മമ്മി ദേഷ്യപ്പെടുമോ? നീ കാര്യം പറ. ദേഷ്യപ്പെടുമോന്ന് പറയണോ? എനിക്കറിയില്ല. ഈ കാര്യം തോന്നു പറയടി. നീ ഈ കുടുംബത്തിന് തീരാത്ത അവമാനം വരുത്തി. എന്നെയും നിന്റെ പപ്പായെ നീ ചതിക്കുകയായിരുന്നു. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഈ മമ്മിയുടെ പേടി കണ്ടാൽ ഞാൻ ഏതോ ഹീനകൃത്യം ചെയ്തെന്ന് തോന്നും. എടി, നിനക്കിത് നിസ്സാരമായിരിക്കും. നാട്ടിലറിഞ്ഞാൽ പിന്നെ ഈ കുടുംബത്തിന്റെ അന്തസ്സ് തീർന്നില്ലേ? അതിനെനിക്കൊന്നും പറ്റിയില്ല. ഇല്ലേ? പിന്നെ നീ എന്നോട് പറഞ്ഞത് എന്താടി? ഓ, ഇതാണോ കാര്യം? ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാ. ഒരു അബോർഷൻ ചെയ്താൽ മതി, അന്ന് തന്നെ വീട്ടിൽ പോരാ. നീ എന്താടി പറഞ്ഞേ? അബോർഷനോ? ആ, അത് തന്നെ. വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലുന്നവൾ അമ്മയല്ല, ദുഷ്ടയാണ്. എന്നാ പിന്നെ 10 മാസം ചുമന്ന് ഞാനങ്ങ് പ്രസവിക്കാം. നീ പോയത് പുസ്തകം പഠിക്കാനല്ല, മറ്റു ചിലത് പഠിക്കാനാണ്. അതിന്റെ ഫലവും നിനക്ക് കിട്ടി. വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലുന്നവൾ അമ്മയല്ല, ദുഷ്ടയാണ്.
വെച്ചത്? ഉറക്കത്തിൽ സ്വപ്നം കണ്ടോ? കഴിഞ്ഞതിനെ ഓർത്ത് നീ അധികം ആകുലപ്പെടണ്ട. നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ എന്ത് ചെയ്യണമെന്നാ മാമി പറയുന്നത്? നീ രഹസ്യമായി ഒരു സ്ഥലത്ത് താമസിച്ച് പ്രസവിക്കണം. കുഞ്ഞിനെ സിസ്റ്റേഴ്സ് വളർത്തിക്കൊള്ളും. നമ്മൾ സുരക്ഷിതരാവും. അത്തരം രഹസ്യസ്ഥലം എവിടെയാ ഉള്ളത്? അത് ഞാൻ കണ്ടെത്തിക്കൊള്ളാം. നീ എതിര് പറയാതിരുന്നാൽ മതി. കോട്ടയം ജില്ലയിൽ തോട്ടയ്ക്കാടുള്ള ഇൻഫന്റ് ജീസസ് ശിശുഭവൻ എന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനമാണ് നാം ഇന്ന് കാണുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരിയായി വർഷങ്ങളായി സേവനം ചെയ്യുന്ന സിസ്റ്റർ ബെറ്റിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ന് ശിശുഭവനിലുള്ള എല്ലാ കുട്ടികളും ആ കൈകളിലൂടെ വളർന്നു വന്നവരാണ്, ആ മാറിൽ ഉറങ്ങിയവരാണ്. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ഒരഭയസങ്കേതമാണ് നാം ഇന്ന് കാണുന്ന തോട്ടയ്ക്കാടുള്ള ഇൻഫന്റ് ജീസസ് ശിശുഭവൻ. കോട്ടയം ജില്ലയിൽ രാജമറ്റം എന്ന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ ശിശുഭവൻ അനേകം കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് വളർത്തി സ്വന്തമായി പരിപാലിക്കുകയാണ്. ഇവിടെ വരുന്ന കുട്ടികൾ അവിഹിതമായി ജനിക്കുന്നവർ മാത്രമല്ല. കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തുള്ള മാനസിക രോഗികളുടെ സ്ഥാപനമായ നവജീവനിൽ നിന്നുള്ള കുട്ടികളും ഇവിടെയുണ്ട്. യുവതികളായ മാനസിക രോഗികളുടെ കുഞ്ഞുങ്ങളെ ഈ സ്ഥാപനത്തിൽ സ്വീകരിച്ച് സ്നേഹിച്ച് വളർത്തുകയാണ്. ഇപ്പോൾ ഈ ശിശുഭവനത്തിൽ എത്ര കുട്ടികളുണ്ട്? ഇവിടെ 30 പേരാണുള്ളത്.
അതിൽ 5 വയസ്സിൽ താഴെയുള്ളവർ ആണ് 12 പേര്, പിന്നെ 18 പേര് 5 വയസ്സിന് മുകളിലുള്ളവരുമാണ്. ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് സിസ്റ്റർ ഇവിടെ എത്തിയത്? ഇവർ ചിലർ നവജീവനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയവരാണ്. പിന്നെ ചില കുട്ടികളെ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ ഇങ്ങനെ അമ്മമാർ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഫോൺ വിളിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുപോരും. അല്ലെങ്കിൽ അവർ നവജീവനിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ നവജീവനിൽ ചെന്ന് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇങ്ങനെ ചില കുട്ടികളെ അമ്മമാർ അവർക്ക് നിർവാഹമില്ലാതെ ഗത്യന്തരമില്ലാതെ ഇങ്ങനെ ഉണ്ടായ കുട്ടികൾ, അപ്പോൾ അവരെ അമ്മമാർ തന്നെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ വന്നവരുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ വഴിയിൽ കിടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു പ്ലാസ്റ്റിക് കൂട്ടിലിട്ട് കൊണ്ട് ഇട്ടിരുന്നു. അങ്ങനെ അവരവിടെ അധികാരികളെ ഏൽപ്പിച്ചിട്ട് അവർ വഴിയായിട്ട് നമുക്കിങ്ങനെ ആ കുഞ്ഞിനെ കിട്ടി. വീടുകളിലെ അസ്വസ്ഥതകൾ ഇന്ന് വളരെ കൂടുതലാണ്. മാതാപിതാക്കളുടെ ദുശീലങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. പ്രത്യേകിച്ച് മദ്യപാനം, ഔഹിക ബന്ധങ്ങൾ മുതലായവ. കുടുംബം സാമ്പത്തികമായി തകരുന്നു. മാതാപിതാക്കൾ പരസ്പരം പഴിചാരി ശത്രുക്കളായി മാറുന്നു. ഇതിൻ്റെ എല്ലാം പരിണിത ഫലം അനുഭവിക്കുന്നത് കുട്ടികളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പൂക്കളെയും പൂമ്പാറ്റയെയും തേടിപ്പോകേണ്ട പെൺകുട്ടികൾ. സ്നേഹിച്ചും ലാളിക്കപ്പെട്ടും ജീവിക്കേണ്ട അവരുടെ ബാല്യകാലം ഇന്ന് ഭയത്തിലും ഭീതിയിലുമാണ്. ഇതാൻ കുടിച്ചോ, എന്റെ സൂക്കേടിന് പറ്റിയ മരുന്നാ. ഇതങ്ങ് കുടിക്കടി, നല്ല ഉറക്കം കിട്ടും. എനിക്ക് വേണ്ട. നിനക്കറിയോ ഈ സാറിനെ? അല്ല, തങ്കപ്പെട്ട സ്വഭാവം. എന്തും തരും. 2000 രൂപ തിരിച്ചു കൊടുക്കുക വേണ്ട. എടീ, സാർ നിനക്ക് ഉദ്യോഗം തരും. നീ ധൈര്യമായിട്ട് സാറിന്റെ അടുത്തു. നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പനും അമ്മയെ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നത്. കാശ് വാങ്ങിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, മകളെ മര്യാദയ്ക്ക് വളർത്തുകയും കൂടെ വേണം. നീ വിഷമിക്കാതിരിക്കൂ, നിന്റെ കൂടെ ഞാനില്ലേ. സ്വന്തം കുടുംബത്തിൽ പോലും രക്ഷ കണ്ടെത്താത്തവർക്ക് ശിശുഭവൻ താങ്ങും തണലുമായി മാറി. സിസ്റ്റേഴ്സിന്റെ കരവലയത്തിൽ ആ മാതൃസ്നേഹത്തിൽ ശാന്തി കണ്ടെത്തിയ കുട്ടികൾ
കഴിഞ്ഞ കാലത്തെ പേടിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും മുക്തരായി. ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയാണ്? ഈ കുഞ്ഞുങ്ങളിൽ ആരുമില്ലാത്തവരെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കാറുണ്ട്. ബാക്കി മറ്റു കുഞ്ഞുങ്ങളെ അമ്മയോ അപ്പനോ ആരെങ്കിലുമുള്ള കുഞ്ഞുങ്ങളെ അവരെ നമ്മൾ പഠിക്കാനുള്ള പ്രായമാകുമ്പോൾ അവരെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും. അവർക്ക് എന്തുവരെ പഠിക്കണോ അത്രയും പഠിപ്പിക്കും. പിന്നെ ആരെങ്കിലും കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുപോകാൻ ആരുമില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കും. പഠിപ്പിച്ചു കഴിഞ്ഞവരെ ഏതെങ്കിലും ഒരു ഭാവിയിൽ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അങ്ങേ കാണാൻ കൊതിച്ചിടും നാഥ കുഞ്ഞു മക്കളിതേ വൈകാതെ വൈകും വന്നിടുവോ ഞങ്ങൾക്കു നിൻമതമേകുകില്ലേ നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ വാ പൈതലമിശോയേ. ഈ ശുശ്രൂഷയ്ക്ക് സിസ്റ്റർ വലിയ വില കൊടുക്കുന്നുണ്ടല്ലോ, എന്താണ് അതിന് കാരണം? ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ ഓരോ കുഞ്ഞിനെയും ഞാൻ ഉണ്ണീശോയെ കാണുന്നു. ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ ഉണ്ണീശോയ്ക്ക് ചെയ്യുന്നതായിട്ടാണ് കരുതുന്നത്. ലൈംഗിക വിഷയത്തിൽ ഇന്ന് പൊതുവെ ഒരു നിയന്ത്രണക്കുറവ് കാണുന്നുണ്ട്. ഒരു വിധത്തിൽ ഇത്തരം ശിശുഭവനങ്ങൾ നാട്ടിലെ ധാർമ്മിക തകർച്ചയ്ക്ക് പ്രോത്സാഹനം നൽകുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് ധാർമ്മിക തകർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ചില കുഞ്ഞുങ്ങൾ അവിഹിതമായി ജനിക്കുന്നു, എങ്കിലും അവർക്ക് ജീവൻ കൊടുക്കുന്നത് ഈശോയാണ്. അവരിലൂടെ ഈശോയുടെ ആ സ്നേഹ പദ്ധതി ഞങ്ങൾ പൂർത്തിയാക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇവർ നാശത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളിത് ഇവരെ സംരക്ഷിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. ഇനി ഈ കുഞ്ഞുങ്ങൾ ആരും സംരക്ഷിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ചാൽ തന്നെ ഇവർ വളർന്നു വരുമ്പോൾ സാമൂഹ്യ വിരുദ്ധരായി മാറാൻ സാധ്യതയുണ്ട്. അബോർഷൻ ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്താണ്. ഇതിനെ ഒഴിവാക്കുവാനും ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് കൊണ്ട് കാരണമാകുന്നു. ഒരു തളിരിൻ്റെ രോദനം കൂടി ഞാൻ കേൾക്കുന്നു. അതെ, ഒരതിഥി കൂടി ശിശുഭവന്റെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു. ഞാൻ അവരെ സ്വീകരിക്കട്ടെ. ദൈവം നിന്റെ കൂടെയുണ്ട്, ധൈര്യമായിരിക്കും. വരൂ മോളെ. അനാഥരായി പോകേണ്ട മുത്തുകളെ വാരിയെടുത്ത് ഓമനിച്ചപ്പോൾ അവ വില കൂടിയ രത്നങ്ങളായി. സ്നേഹിച്ച് കൽക്കരിക്കട്ടയെ പോലും വൈഡൂര്യമാക്കിയ യേശുനാഥന്റെ അനന്ത സ്നേഹത്തിൽ നമുക്ക് ഒരുമിക്കാം. ഈ തളിരുകളുടെ വളർച്ചയിൽ നമുക്ക് കൈകോർക്കാം.